ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് എപ്പം എന്ത് പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ഒരു ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ബേസിക്കായിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു എയിം ഉണ്ടാവും. അപ്പം അതെന്താ എന്നറിയാതെ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല, അല്ലേ? അപ്പം നമുക്ക് ഒരു ബോധം വേണം, നമ്മൾ എത്ര മാർക്ക് വാങ്ങിയാലാണ് നമുക്ക് നീറ്റിന് അഡ്മിഷൻ കിട്ടുക, ഓൾ ഇന്ത്യയിൽ എത്ര മാർക്ക് ലാസ്റ്റ് പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ കേരളത്തിൽ ലാസ്റ്റ് എത്ര മാർക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം എന്നൊക്കെ ഉള്ളതൊരു ബേസിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന നോളജാണ്. എന്നാലേ നമുക്ക് ആ റേഞ്ചിലേക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നീറ്റിൻ്റെ കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നീറ്റ് 2013 അല്ലെങ്കിൽ നീറ്റ് 2014 നീറ്റ് അല്ലായിരുന്നു, APMT ആയിരുന്നു ആ സമയത്ത്. അപ്പം അത് 2015 14 എക്സാംസ്, പിന്നെ 2017 18 ആ സമയത്തൊക്കെ ഉള്ള എക്സാംസിൻ്റെ ആ ഒരു ലെവലേ എല്ലാം ഇപ്പോഴുള്ള എക്സാമിൻ്റെ ലെവല്. പിന്നെ വേറെ കാര്യം, ആ ഒരു എക്സാമിൻ്റെ സമയത്തുണ്ടായ കട്ട് ഓഫും ഈ ഒരു സമയത്തുള്ള കട്ട് ഓഫും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കാരണങ്ങൾ കുറേ ഉണ്ട്. ഒന്ന്, എക്സാംസിൻ്റെ ഈസിനെസ് കൂടുന്നുണ്ട് ചില വർഷം, ചിലപ്പം പണ്ട് കുറച്ചും കൂടെ ടഫായിരുന്നു എക്സാംസ് ഒക്കെ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, കോമ്പറ്റീഷൻ കൂടി വരികയാണ്. പക്ഷേ ഈ വർഷം രജിസ്ട്രേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ കോമ്പറ്റീഷനിലൊരു കുറവും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു എയിം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം പഠിക്കണം എന്ന് മനസ്സിലാവും. അന്നൊരു കാലത്ത് 2013 സമയത്തൊക്കെ നമുക്കൊരു 580 70 അല്ലെങ്കിൽ 590 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഒരു കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം? 690 അബവ് ഒക്കെ വേണം. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വേരീസ്. അപ്പം നമ്മളിപ്പം പഠിക്കുമ്പം നമ്മുടെ പണ്ടത്തെ ഒരു കാര്യം നോക്കിയിട്ട് പഠിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ ഏകദേശം ഒരു ബോധം വെക്കണം, നമുക്ക് എത്ര മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇന്ന കോളേജസിലൊക്കെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതിനെ പറ്റി ബേസിക് ആയിട്ട് ബോധം വേണം. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ നമ്മൾ 2023 2024 ഇതാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വർഷം എന്ന് പറയുന്ന നീറ്റ് നടന്ന് ആ ഒരു ലാസ്റ്റിലെ കട്ട് ഓഫ് വെച്ചിട്ട്, അതായത് എത്ര മാർക്കിനാണ് ലാസ്റ്റ് ഓരോ മെഡിക്കൽ കോളേജസിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ കയറിയെന്ന് നോക്കി അതിനനുസരിച്ച് വേണം നമ്മുടെ ഒരു മാർക്ക് റേഞ്ച്, അതായത് നമ്മൾ എത്ര വാങ്ങണം എന്നുള്ളൊരു മാർക്ക് റേഞ്ച് സെറ്റ് ചെയ്യാൻ. ഫസ്റ്റ് 2024 കേട്ടോ പറയുന്നത്. 2024 നമുക്ക് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ടേബിൾ ഓഫ് ഫോമാണിത്. അതിൽ നമ്മൾ ഏകദേശം എല്ലാ കാറ്റഗറിയും പറയേണ്ടിയിരിക്കുന്നു. അപ്പം ഓരോന്നായിട്ട് ഞാൻ പറയാം. അപ്പം ഇതിൽ നിങ്ങൾ കാണുന്നുണ്ട്, റാങ്ക് ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ലാസ്റ്റ് പോയ സ്കോർ എങ്ങനെയാണെന്ന് പറയാം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഈ സ്കോർ നോക്കുന്നത് എന്തിനാണ്? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വർഷം പഠിക്കുമ്പോൾ ഏകദേശം എത്ര ഞാൻ പഠിച്ചാൽ, എത്ര മാർക്ക് ഞാൻ വാങ്ങിയാലാണ് എനിക്ക് റാങ്ക് കിട്ടുക എന്നുള്ളത് നമുക്കൊരു ബേസിക് ബോധം വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടാലും പാനിക്കൊന്നും ആവരുത്. കാരണം ഈ വർഷം എക്സാം ഇങ്ങനത്തെ ഒരു രീതിയിലാവാൻ ഒരു ചാൻസും ഇല്ല 2024 2025. സ്റ്റേറ്റ് മെറിറ്റിൽ മാർക്ക് ലാസ്റ്റ് പോയേക്കുന്നത് 675 കിട്ടിയ ഒരു കുട്ടിയാണ്, 675 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയാണ് ലാസ്റ്റ് കയറിപ്പോയത് സ്റ്റേറ്റ് മെറിറ്റിൽ. നമ്മൾ ഇ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 643 മാർക്കുള്ള ഒരാളാണ് ലാസ്റ്റ് കയറിപ്പോയേക്കുന്നത്. പിന്നെയുള്ള കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇസഡ് കാറ്റഗറി 652 മാർക്കാണ് ലാസ്റ്റ് കയറിപ്പോയേക്കുന്നത്. MU കാറ്റഗറി എന്ന് പറയുമ്പം 662 മാർക്കാണ് ലാസ്റ്റ് കയറിപ്പോയേക്കുന്നത്. പിന്നെ BH എന്ന് പറയുമ്പം 655, പിന്നെ LA എന്ന് പറയുമ്പം 645, DV എന്ന് പറയുമ്പം 589, VK എന്ന് പറയുമ്പം 656 അതുമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ BX കാറ്റഗറി 635, KU കാറ്റഗറി 524, KN 574, SC 523 ആൻഡ് ST 415. ഇത്രയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇനി അടുത്ത് നമുക്ക് 2023 കേരള നോക്കാം. നിങ്ങൾ കണ്ടില്ലേ, കുറേ മാറ്റം വന്നിട്ടുണ്ട്. 675 ആയിരുന്നു ലാസ്റ്റ് നമ്മൾ 2024 ലാസ്റ്റ് നമ്മൾ ജനറൽ കാറ്റഗറി നോക്കുമ്പം, സ്റ്റേറ്റ് മെറിറ്റ് നോക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് 675 ആയിരുന്നു 2024 കണ്ടത്. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടില്ലേ, 2023 640 ആണ് വന്നേക്കുന്നത്. അപ്പോൾ 640 വരെ പോയിട്ടുണ്ട്. പിന്നെ EW കാറ്റഗറി എന്ന് പറയുമ്പോൾ 585, MU കാറ്റഗറി എന്ന് പറയുമ്പം 612 ആണ് വന്നേക്കുന്നത്. പിന്നെ EZ കാറ്റഗറി എന്ന് പറയുമ്പം 612 ആണ് വന്നേക്കുന്നത്. MU എന്ന് പറയുമ്പം 626 ആണ് വന്നേക്കുന്നത്. പിന്നെ BH കാറ്റഗറി എന്ന് പറയുമ്പോൾ 592, LA എന്ന് പറയുമ്പം 564, പിന്നെ DV എന്ന് പറയുമ്പം 537, പിന്നെ VK എന്ന് പറയുമ്പം 605, പിന്നെ BX എന്ന് പറയുമ്പം 585 ആണ് BX വരുന്നത്. പിന്നെ KU 432 ആണ് വരുന്നത്. KN 503, SC 447, ST 341 ആണ് വരുന്നത്. അപ്പം നമ്മൾ 2024 STൻ്റെ നോക്കുമ്പം 415 ആയിരുന്നു. ഈ വർഷം അതായത് 2023 നമ്മൾ നോക്കുമ്പം ST 341 ആണ് വരുന്നത്. അപ്പം ദർസ് എ ഡിഫറൻസ്, വലിയൊരു ഡിഫറൻസ് ആണ് അതൊക്കെ.
അപ്പം ഞാൻ പറഞ്ഞില്ല എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് എക്സാമിൻ്റെ ഒരു കോമ്പറ്റീഷൻ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ വർഷത്തെ എക്സാമിനെ പറ്റി പറയാം. 2025 എക്സാം നമ്മൾ മിക്ക ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ പോലെ ഈസി ആവാൻ ചാൻസ് ഇല്ല. പിന്നെ ലാസ്റ്റ് ഇയർ പോലെ സ്കാമുകൾ നടക്കാൻ ചാൻസ് കുറവാണ്. ഐ ഡോണ്ട് തിങ്ക് ഈ വർഷം അങ്ങനെ സ്കാം നടക്കുന്നുള്ളത്. ലാസ്റ്റ് ഇയർ സ്കാമിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പം ലാസ്റ്റ് ഇയർ സ്കാം പോലെ ഈ വർഷം സ്കാം നടക്കാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പോകുന്നില്ല. ഐ തിങ്ക് എക്സാം കുറച്ചും കൂടെ ഒരു മോഡറേറ്റ് ലെവലായിരിക്കും. ഭയങ്കര ടഫ് ആയിരിക്കില്ല, ഭയങ്കര ഈസി ആവാൻ പോകുന്നില്ല. സോ അത് അങ്ങനെ ഭയങ്കര ഈസി ആവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെ ഒരു ആശ്വാസമാണ്. ആക്ച്വലി നിങ്ങൾ അതിൽ പാനിക് ആവരുത്. കാരണം ഭയങ്കര ഈസി ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും കയറിപ്പോകും. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് കണ്ടില്ലേ, അതുപോലെ ആവും. പക്ഷേ നമ്മൾ ഭയങ്കര ടഫ് ഒരു മോഡറേറ്റ് ലെവലാകുമ്പം നമ്മളൊരു എന്താണ് ഇപ്പോൾ 2023 നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല 2023 ഉള്ളത്. അപ്പം ആ ഒരു കട്ട് ഓഫ് റേഞ്ച് മാറും, കുറച്ചും കൂടെ ബെറ്റർ ആവും. അപ്പം ഐ തിങ്ക് മോഡറേറ്റ് ആയിരിക്കും എക്സാം പേപ്പർ. നമുക്കൊന്നും ഭയങ്കരമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് പഠിക്കണം. ചിലപ്പം ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട് പേപ്പർ. സോ ടൈം മാനേജ്മെൻറ്റ് എന്തായാലും പഠിക്കണം. ഞാൻ ലെങ്തി ആവും എന്ന് ഉറപ്പിച്ച് പറഞ്ഞതല്ല, ബട്ട് ദർ ഇസ് എ ചാൻസ് ദാറ്റ് പേപ്പർ ലെങ്തി ആവാനുള്ള ഒരു ചാൻസും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയൊക്കെ എക്സാം ആവുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പം ജനറൽ കാറ്റഗറി സ്റ്റേറ്റ് മെറിറ്റിൽ നമ്മൾ കേരളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 640 മാർക്ക് ആയിരുന്നു 2023 ലാസ്റ്റ് പോയത്. 675 മാർക്കായിരുന്നു 2024 ലാസ്റ്റ് പോയത്. സോ ഇതിൻ്റെ ഒരു മിഡിലായിരിക്കും വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ നിങ്ങളെപ്പോഴും ഒരു 670 660 ആ റേഞ്ചെങ്കിലും, ഇതിൻ്റെ മിഡിൽ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. അപ്പം ഒരു 660 670 റേഞ്ചിൽ സ്റ്റേറ്റിൽ നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് നമ്മൾ മാർക്ക് പിടിക്കേണ്ടത്. ആ ഒരു റേഞ്ചിൽ എയിം ചെയ്ത് വേണം പഠിക്കാൻ. അപ്പം നിങ്ങളിപ്പോൾ ഒരു 600 മാർക്ക് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, മോക്ക് ടെസ്റ്റിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിനേക്കാളും ഒരു 50 മാർക്കെങ്കിലും, ഒരു 40-50 മാർക്ക് നിങ്ങൾക്ക് ഒറിജിനൽ നീറ്റ് എക്സാമിന് കൂടാൻ പോകുന്നുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ തന്നെ എല്ലാവർക്കും വന്നിട്ടുള്ളൂ. അല്ലാണ്ട് മോക്ക് ടെസ്റ്റിന് എല്ലാവർക്കും 700 ഇപ്പോൾ കഴിഞ്ഞ വർഷം 690 കിട്ടിയ കുട്ടികൾക്കൊക്കെ മോക്ക് ടെസ്റ്റിന് എപ്പോഴും 690 കിട്ടിക്കൊണ്ടിരുന്ന ആളുകളൊന്നല്ല. അവർക്ക് എന്തായാലും ഒരു 650 ആ റേഞ്ചിലേക്കും പണ്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ഞാൻ പറയുന്നത് 600 കിട്ടുന്ന ഒരാൾക്ക് എന്തായാലും നീറ്റിനേക്ക് നമുക്കൊരു 640 ഒക്കെ എന്തായാലും ആവും. ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പം നിങ്ങൾ ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇനിയും ദിവസം കിടക്കുന്നുണ്ട് പഠിക്കാൻ. നിങ്ങൾ ഈ ഒരു ദിവസം പഠിക്കുന്ന നിങ്ങൾ എത്രമാത്രം എഫേർട്ട്, ഇപ്പം നിങ്ങൾ കുറച്ച് നിങ്ങൾ ഇപ്പോൾ ഇടുന്ന എഫേർട്ടിനെക്കാട്ടി കുറച്ചും കൂടി എഫേർട്ട് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 20 മാർക്ക് എങ്ങാൻ ചിലപ്പം ഈ ഒരു ലാസ്റ്റ് ഡേയ്സ് കൊണ്ട് എക്സ്ട്രാ അതിൽ കിട്ടും. നിങ്ങൾക്ക് 20, 30, 40 മാർക്ക് കൂടും നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്ന അതിനനുസരിച്ച്. നിങ്ങൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം 1-2 ദിവസം മര്യാദയ്ക്ക് പഠിക്കാത്തത് മതിയായിരിക്കും ഈ ഒരു ഈ ലാസ്റ്റ് ഡേയ്സിലേക്കുള്ള തട്ടാൻ പറയുന്നത്. അത് മതിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചെറിയൊരു മാർക്ക് കുറഞ്ഞു പോകാനൊക്കെ. അപ്പം ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടേക്ക് മര്യാദയ്ക്ക് നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് കുറേ മാർക്ക് കൂടും. അപ്പം നിങ്ങൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റിൽ ഇത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നൊക്കെ. അപ്പം നിങ്ങളൊന്നും നോക്കണ്ട. ഇപ്പം നിങ്ങൾക്ക് 500 ആണെങ്കിലും 550 ആണെങ്കിലും മാക്സിമം ഇരുന്ന് എഫേർട്ട് എടുത്ത് ചിലപ്പോൾ നിങ്ങൾക്കൊരു 100 മാർക്ക് പോലും എക്സ്ട്രാ കൂടാതെ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഒരു കുറച്ച് ദിവസങ്ങൾ നല്ല ഇരുന്ന് പഠിച്ചാൽ ഡിപ്പെൻസ് ഇപ്പം എത്ര ദിവസം ബാക്കിയുണ്ടെന്നുള്ളതിനനുസരിച്ചിരിക്കും. എന്നാലും നിങ്ങൾ മാക്സിമം ഇരുന്ന് പഠിച്ചാൽ അതിനനുസരിച്ച് മാർക്ക് നിങ്ങൾക്ക് കൂട്ടാം. നിങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ ഒരു 640 to 660 മാർക്ക് എയിം ചെയ്ത് പഠിക്കണം. 640 മിനിമം എയിം ചെയ്ത് പഠിക്കണം. അപ്പം ഇത് ജനറൽ അല്ലേ എന്നും നിങ്ങൾ നോക്കണ്ട. കാരണം വലിയ ഡിഫറൻസ് വരില്ല. ഈ ജനറലും OBCയും EWS ആണെങ്കിലും എന്ത് കാറ്റഗറി EZ കാറ്റഗറിയും വലിയ ഡിഫറൻസ് ഞാൻ കാണുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ ഈ ഒരു ലെവലിലാണ് നിങ്ങൾ എയിം ചെയ്ത് ഏതാണ് ഒരു 650 640 650 അബവ് തന്നെ നിങ്ങൾ എയിം ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓൾ ഇന്ത്യ ആകുമ്പോൾ 640 ഒക്കെ ആവുമായിരിക്കും. അപ്പുറത്തേക്ക് ഭയങ്കര എക്സാം അത്രയും കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ടഫ് എക്സാം ആണെങ്കിൽ ഇറ്റ് മേ ബി 630 അതിൻ്റെ താഴത്തേക്ക് 630 ഒക്കെ ആവും എന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഇറ്റ് ഡിപ്പെൻസ്. അപ്പം മോഡറേറ്റ് എക്സാം ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിക്കാണെങ്കിൽ ഇറ്റ് വിൽ ബി ഒരു 650 ആ റേഞ്ചിൽ. അപ്പം നിങ്ങൾ 650 660 ഒക്കെ എയിം ചെയ്ത് 650 660 675 ഇതൊക്കെ എയിം ചെയ്ത് പഠിക്കണം എന്നല്ല, ഇതൊക്കെയാണ് കയറിപ്പോകാൻ ചാൻസ് ഉള്ളത്. എയിം ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഒരു 690 മുകളിൽ എയിം ചെയ്യണം കേട്ടോ. ഞാൻ സീരിയസ് ആയി പറയാണ്. 700 മുകളിലും 690 മുകളിലൊക്കെ നമ്മൾ എയിം ചെയ്താലേ നമുക്ക് 660 650 ഒക്കെ കിട്ടും അല്ലേ. നമ്മളിപ്പോൾ 720 എയിം ചെയ്ത് പഠിച്ചാലേ നമുക്ക് 700 710 ഒക്കെ കിട്ടും. അങ്ങനത്തെ രീതിയിൽ നമ്മൾ എയിം ചെയ്യുമ്പോൾ കുറച്ച് മുകളിൽ തന്നെ എയിം ചെയ്യണം. എന്നാലും നമുക്ക് ഒരു 40 മാർക്ക് താഴെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും 690 ഒക്കെ എയിം ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളിൽ ഇപ്പോൾ ആർക്കെങ്കിലും 650 ഒക്കെ ആണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോരാ, നിങ്ങൾ 690 എത്തിക്കാൻ നോക്കണം മാക്സിമം. എത്രമാത്രം മുകളിൽ പോകുന്നു അത്രയും മാത്രം നല്ല കോളേജസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പ്രൈവറ്റിൽ കുറച്ചുകൂടെ താഴേക്ക് പോകുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ നിങ്ങൾ നോക്കണ്ട. ഇപ്പം നിങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു എയിമിൽ പഠിക്കുക, മാക്സിമം നോക്കുക. കാരണം ഒരു മാർക്കിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ആയി പോകുന്നത്, അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു മാർക്ക് പോലും ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാമാണിത്. അപ്പം ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു മിനിറ്റ് നിങ്ങൾ പഠിത്തം കുറഞ്ഞതിൻ്റെ ഒക്കെ ആയിരിക്കും. ചിലപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ട ഒരു ക്വസ്റ്റ്യൻ ആ ഒരു അന്ന് കണ്ടപ്പം അന്ന് നോക്കിയപ്പം അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മിനിറ്റ് നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ കെയർലെസ്നെസ്സോ കാരണം, അല്ലെങ്കിൽ നിങ്ങളൊരു കോൺസെൻട്രേഷൻ കുറവ് കാരണം നിങ്ങൾ നോക്കാതെ പോയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ നീറ്റിന് വന്നിട്ട് നിങ്ങളത് തെറ്റിച്ച് ഒരു മാർക്ക് നിങ്ങൾക്ക് കുറയുന്നത് നെഗറ്റീവ് വന്നിട്ട്. അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ? നിങ്ങൾ വിടുന്നതിന് പകരം നിങ്ങളിപ്പോൾ ഇന്ന് പഠിച്ച് നിങ്ങളൊരു കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പം അതിൻ്റെ കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടാക്കൽ നിങ്ങൾ മര്യാദയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യാണ്ട് ഒരു മിനിറ്റിൻ്റെ ഒരു ഇവാലുവേഷനൊക്കെ മതിയായിരിക്കും. അത് നോക്കാണ്ട് ഒരു മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒരു കോൺസെൻട്രേഷൻ വിട്ട് നിങ്ങൾ പഠിച്ചെന്ന് വെച്ചോ, അത് മര്യാദയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യാതെ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ ഉണ്ടായത്. അപ്പം നിങ്ങൾ നീറ്റിന് ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾ സെയിം കെയർലെസ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ഒരു മാർക്കാണ് പോകുന്നത്. അല്ലെ നിങ്ങൾ വിടുമായിരുന്നു. അത് ഈ കെയർലെസ് മിസ്റ്റേക്ക് കാരണം നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് മാർക്ക് വന്നു, ആ ഒരു മാർക്കിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഗവൺമെൻറ് സീറ്റ് പ്രൈവറ്റിലേക്കായി പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സീറ്റ് തന്നെ പോയി നിങ്ങൾക്ക് സീറ്റ് കിട്ടാണ്ട് ഒരു വർഷം നിങ്ങൾക്ക് പിന്നെ പോകും ഡ്രോപ്പ് ചെയ്തിട്ട്. അപ്പം നിങ്ങളിപ്പം നോക്കേണ്ടത് ഒരു മിനിറ്റ് പോലും ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുന്നത്, ഒരു മിനിറ്റ് പോലും. ബിക്കോസ് നിങ്ങളെക്കാട്ടും ഒരു മിനിറ്റ് എക്സ്ട്രാ പഠിച്ച ഒരാൾ തന്നെയാണ് ഡിസേർവിങ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ലാസ്റ്റിലേക്ക് നമ്മൾ എത്രമാത്രം പഠിക്കുന്നു അത്രയും നിങ്ങൾക്ക് മുകളിൽ കയറാം. കോമ്പറ്റീഷൻ ഇസ് എവറിത്തിങ്. കോമ്പറ്റീഷൻ തന്നെയാണിത്. കോമ്പറ്റീഷൻ ബാക്കിയുള്ള ആളുകളെക്കാട്ടി മുകളിൽ കയറാൻ തന്നെ വേണം. മനസ്സിലായോ? സോ നിങ്ങൾ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ലീഡ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ഫ്രണ്ട്സിനോടൊന്നും അങ്ങനത്തെ വലിയ കോമ്പറ്റീഷൻ കാണിക്കല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ബട്ട് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം അതിനനുസരിച്ച് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകണം. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് നന്നായി പഠിച്ചു പോവുക. ഇപ്പോൾ മാർക്കിൻ്റെ റേഞ്ചൊക്കെ മനസ്സിലായില്ലേ ഏകദേശം, അതൊക്കെ വെച്ച് നന്നായി പഠിച്ചു പോവുക. സോ ദാറ്റ്സ് ഇറ്റ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ആവശ്യം വരുമ്പോഴും ഞാൻ വീഡിയോസ് അതിനനുസരിച്ച് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ പറ്റുന്നോണം ഞാൻ ഇടുന്നുണ്ട്, പറ്റുന്ന അത്രയും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. സോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക നിങ്ങൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കും. ബൈ.